ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഹോം സയൻസ് ആണ് നോക്കാൻ പോണത്. ഹോം സയൻസിൽ നെക്സ്റ്റ് ചാപ്റ്റർ സ്പേസ് മാനേജ്മെൻറ്റ്, സ്ഥല നിർവഹണം. അപ്പോൾ സ്പേസ് മാനേജ്മെൻറ്റ്, അപ്പോൾ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടാവും, പണ്ടൊക്കെ വലിയ വലിയ വീടുകൾ, വലിയ വലിയ കിച്ചണൊക്കെ പണിതിടും. അപ്പോൾ 2-3 ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വലിയ വീടും ഒരു വലിയ കിച്ചണൊക്കെ പണിതിട്ടിട്ട് എന്താണ് അത്രയും ആവശ്യമില്ല. അപ്പോൾ കുറേ സ്പേസ് ഓവറായിട്ട് വരും. അല്ലെങ്കിൽ ചില സ്ഥലത്ത് എന്താണ് കുറേ പേരുള്ള ഒരു വീടാവും. അപ്പോൾ അവർക്ക് നിന്ന് തിരിയാനായിട്ടുള്ള സ്പേസുള്ള അടുക്കള ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മളൊരു വീട് വെക്കുമ്പോഴാണെങ്കിൽ എന്താണ് അവിടെ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, അപ്പോൾ ഓരോന്നിൻ്റെയും സ്ഥല സൗകര്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അടുക്കള എന്ന് മാത്രമല്ല, റൂമാണെങ്കിലും ഹോളാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എവിടെയാണെങ്കിലും എന്താണ് സ്ഥല സൗകര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ സ്പേസ് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, സ്ഥലം അല്ലെങ്കിൽ നമുക്ക് ഉള്ള സ്ഥലം. അപ്പോൾ നമ്മൾ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, 2 സെൻറ്റിൽ സൂപ്പറായിട്ട് വീട് പണിതിട്ടുണ്ടാവും. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ എത്ര സൗകര്യത്തോടു കൂടി എങ്ങനെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു ചാപ്റ്ററാണ് എന്ത്, ഈ സ്ഥല നിർവഹണം അല്ലെങ്കിൽ സ്പേസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് ആദ്യം എന്താണ് ഈ സ്ഥല നിർവഹണം എന്ന് നോക്കാം. ഈ ഡെഫിനിഷൻസൊക്കെ ഒന്ന് നോക്കി വയ്ക്കണം കേട്ടോ. സ്ഥലം കൈകാര്യം ചെയ്യുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏതെങ്കിലും ഒരു പ്രവൃത്തിക്കായി സ്ഥലത്തെ വിനിയോഗിക്കുകയും ആവശ്യമായ എല്ലാ വസ്തുക്കളും ചിട്ടയായി ആ പ്രദേശത്ത് ക്രമീകരിക്കുകയും ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കിച്ചൺ എന്ന് മാത്രമല്ല, അപ്പോൾ കിച്ചൺ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ കിച്ചൺ എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങൾ വേണം. അപ്പോൾ പാചകം ചെയ്യാനൊരു സ്ഥലം വേണം, അപ്പം അതിന് വേണ്ട സാമഗ്രികൾ വെക്കണം. ഇപ്പോൾ പിന്നെന്താണ് ഗ്യാസ് അങ്ങനെയുള്ള സാധനങ്ങൾ വേണം, മിക്സി അതൊക്കെ വെക്കാനുള്ള സ്ഥലങ്ങൾ വേണം, പാത്രങ്ങൾ വെക്കണം, പിന്നെ പൊടികൾ, പലതരത്തിലുള്ള പൊടികൾ വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ വേണം, പിന്നെ ഫ്രിഡ്ജ് വേണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാചകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റണം. പ്ലസ് എന്താണ് അവിടെ നിന്ന ആളുകൾക്ക് പെരുമാറുകയും വേണം. അപ്പം ഇതൊക്കെ നല്ല കൃത്യമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ആ സ്ഥലം അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. ഓവറാവാനും പാടില്ല, ലിമിറ്റഡ് ആവാനും പാടില്ല, എല്ലാത്തിനുമുള്ള ഒരു സ്പേസ് അവിടെ വേണം. അത് കൃത്യമായി വിനിയോഗിക്കുക, അതിനെയാണ് എന്ത് പറയുക, സ്ഥല നിർവഹണം എന്ന് പറയാം. ഇനി നിർവഹണപരമായ ശേഖരണം, അടുത്തൊരു വേർഡാണ് എന്ത്, ഫങ്ഷണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ നിർവഹണപരമായ ശേഖരണം. ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായ എല്ലാ വസ്തുക്കളും ഉപകരണങ്ങളും ജോലി സ്ഥലത്തിന് സമീപത്തായി മുൻകൂട്ടി ശേഖരിച്ചു വെക്കണം. അതുവഴി നമ്മുടെ സമയവും ഊർജവും പാഴാക്കാതെ സംരക്ഷിക്കാം. ഈ ശേഖരണ ക്രമീകരണത്തെയാണ് എന്ത് പറയുക, നിർവഹണപരമായ ശേഖരണം അല്ലെങ്കിൽ ഫങ്ഷണൽ സ്റ്റോറേജ് എന്ന് പറയാം. അപ്പോൾ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും എന്താ ചെയ്യുക, നമ്മുടെ കയ്യെത്തും ദൂരത്ത് തന്നെ അടുപ്പിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ജോലി ചെയ്യാൻ തുടങ്ങുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫങ്ഷണൽ സ്റ്റോറേജ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുമ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും, അപ്പോൾ പച്ചക്കറികൾ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു കുക്കറി ഷോപ്പ് പോലെ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ കിട്ടുക. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന് വേണ്ടി നമ്മൾ തപ്പി നടക്കേണ്ട, സമയം പാഴാവുന്നില്ല, നമ്മുടെ ഊർജം പാഴാവുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്, നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ ലാഭമുണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, ഫങ്ഷണൽ സ്റ്റോറേജ് അല്ലെങ്കിൽ നിർവഹണപരമായ ശേഖരണം എന്ന് പറയുന്നത്. കുറേ ടേംസ് ആണ് കേട്ടോ മെയിലിൽ നോക്കാനുള്ളത്. ഇനി എന്താണ് വർക്ക് സെൻറ്റർ, ഒരു പ്രത്യേക ജോലിയോ പ്രവർത്തനമോ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സ്ഥലമാണ് എന്ത്, വർക്ക് സെൻറ്റർ. ഒരു ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, അതിനെയാണ് എന്ത് പറയുക, വർക്ക് സെൻറ്റർ. ഇനി ഏതൊക്കെയാണ് അങ്ങനെ പറഞ്ഞ വർക്ക് സെൻറ്റേഴ്സ്, കുളിക്കാനുള്ള ഇടം, ഉറങ്ങാനുള്ള ഇടം, പഠിക്കാനുള്ള ഇടം, വിനോദത്തിനുള്ള ഇടം. ഇപ്പോൾ നമ്മുടെ ബാത്റൂം, നമ്മുടെ ബെഡ്റൂം, സ്റ്റഡി റൂം, അല്ലെങ്കിൽ ഹോള്, കിച്ചൺ, ഇതൊക്കെ എന്താണ്, ഒക്കെ വർക്ക് സെൻറ്റേഴ്സാണ്. ഇനി ഡെഡ് സ്റ്റോറേജ്, എന്താണ് ഡെഡ് സ്റ്റോറേജ്, അടുക്കളയിൽ വല്ലപ്പോഴും ഉപയോഗിക്കുന്ന സാധനങ്ങൾ ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാനാവത്തക്ക വിധം ഉയരത്തിൽ സൂക്ഷിക്കുന്നതിനെയാണ്
ഡെഡ് സ്റ്റോറേജ് എന്ന് പറയാം. ഇപ്പം നമ്മൾ അടുക്കളയുടെ മുകളിലൊരു കബോർഡ് ഉണ്ടായിരിക്കും, ഏറ്റവും മുകളിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കിയെന്ന് വരില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചൊക്കെ നമ്മൾ അതിൻ്റെ ഉള്ളിലായിരിക്കും വെക്കുക. അല്ലെങ്കിൽ ഇപ്പം എന്താണ്, വലിയ ഉരുളികൾ, നമ്മുടെ വീട്ടിലുള്ള വലിയ വലിയ പാത്രങ്ങൾ, എപ്പോഴും നമ്മൾ യൂസ്ഡ് അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ മുകളിൽ എടുത്ത് വയ്ക്കും. എന്നിട്ട് നമ്മളത് ചില പ്രത്യേക സന്ദർഭങ്ങളാണ് നമ്മളത് യൂസ് ചെയ്യുള്ളൂ, അപ്പം മാത്രം നമ്മൾ അവിടെ നിന്ന് എടുക്കും. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുക, ഡെഡ് സ്റ്റോറേജ് എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് വർക്ക് സെൻറ്റേഴ്സ് ഓഫ് കിച്ചൺ ഓൺ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് ലേ ഔട്ട്. ഇപ്പോൾ കിച്ചണിലുള്ള ലേ ഔട്ട് അനുസരിച്ച് കിച്ചണിൽ വരുന്ന പല ടൈപ്പ് കിച്ചൺസ്, നമ്മൾ വർക്ക് ഏരിയാസ് കിച്ചൻ്റെ, അതിൽ വൺ വാൾഡ് കിച്ചൺ, ഒറ്റ ഭിത്തിയുള്ള അടുക്കള, അത് ചെറിയ വീടുകളിൽ പാചകത്തിന് വേണ്ടി മാത്രം ക്രമീകരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്, കഴുകലും ഒക്കെ എന്താണ് ഒറ്റ ഭിത്തിയിലായിരിക്കും. സിങ്കും ബാക്കി മിക്സിയും ഗ്രൈൻഡറും ഒക്കെ എന്താണ് അവിടെ തന്നെയായിരിക്കും. ഗ്യാസും ഒക്കെ ഒറ്റ ഭിത്തിയിലായിരിക്കും, ഒരൊറ്റ ലൈനേ ഉണ്ടായിരിക്കുള്ളൂ. അതാണ് വൺ വാൾഡ് കിച്ചൺ. ഇനി രണ്ടാമത്തത് ടു വാൾഡ് കിച്ചൺ, രണ്ട് ഭിത്തിയുള്ള അടുക്കള, ഇതുപോലത്തെ രണ്ട് ഭിത്തി ഉണ്ടായിരിക്കും. ഇനി എൽ ഷേപ്ഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് രണ്ട് ഭിത്തികൾ, ഒരെണ്ണം ഇങ്ങനെ വരിക, അതിനോട് ചേർന്ന് തന്നെ മറ്റേത് വരിക, അങ്ങനെയുള്ളതിനാണ് കറക്റ്റ് എൽ ഷേപ്ഡ് വരുന്ന അടുക്കളയല്ല ആ ഭിത്തി. ഇനിയുള്ളതാണ് യു ഷേപ്ഡ് കിച്ചൺ. യു ഷേപ്ഡ് എന്ന് പറയുമ്പോൾ 3 ഭിത്തികൾ ഉണ്ടായിരിക്കും. ആ എൽ ഷേപ്പ് അതിൽ കൂടെ ഒരു കണക്ഷനും കൂടി വരിക, അതിനെയാണ് എന്ത് പറയുക, യു ഷേപ്ഡ് കിച്ചൺ എന്ന് പറയുക. അങ്ങനെ 4 ടൈപ്പിലാണ് വരുന്നത്. വൺ വാൾഡ്, ടു വാൾഡ്, ടു എന്ന് പറയുമ്പോൾ കണക്ഷൻ ഇല്ല, 2 സൈഡിലാണ്. എൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ കണക്റ്റഡ് ആണ്, ഒന്ന് കഴിഞ്ഞ് അതിനോട് തൊട്ട് തന്നെയാണ്. പിന്നെ യു ഷേപ്ഡ് എന്ന് പറയുമ്പോൾ 3 കണക്റ്റഡ് ആയിട്ട്. ഇനി നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഏരിയാസ്, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയാസ് നമ്മൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലികളെ നമ്മൾ ക്രമമായിട്ട് ചിട്ടപ്പെടുത്താം. ഇപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നതോടൊപ്പം തന്നെ ഭക്ഷണം വിളമ്പുക, അതുപോലെ പാത്രം കഴുകുക ഒക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് ചെയ്യുന്ന രീതിയിലാക്കാം. അതുപോലെ പാചക കൂട്ടുകൾ വെക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് വെക്കില്ലേ, മസാലപ്പൊടികളൊക്കെ ക്ലിയർ ആയിട്ടുള്ള ചെപ്പിലിട്ട് വെക്കാം. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ക്ലിയർ ചെപ്പുകളിൽ ഇട്ട് വെക്കാം. അല്ലാണ്ട് ഇങ്ങനെ അടഞ്ഞിട്ടുള്ള ചെപ്പുകളല്ലാതെ നമുക്കറിയാമല്ലോ, മിക്ക വീടുകളും അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ വേഗം അത് എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ മൂടി തുറന്ന് വേണം ഏതാണെന്ന് നോക്കാനായിട്ട്. മറ്റേതാകുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് കറക്റ്റ് വേഗം എടുക്കാൻ പറ്റും. പിന്നെന്താണ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അടുക്കളയിലാണെങ്കിലും നല്ലോണം ജനലുകളൊക്കെ തുറന്നിട്ട് നല്ല വായു സഞ്ചാരം, വെളിച്ചമൊക്കെ നമ്മളവിടെ ഉറപ്പാക്കാം. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ സ്പേസ് മാനേജ്മെൻറ്റും അസ്തറ്റിക്കും, അതായത് സ്ഥല ക്രമീകരണവും അതുപോലെ കലാവിജ്ഞാനം, അസ്തറ്റിക്കും എങ്ങനെയാണ് കണക്റ്റഡ് ആവണേ എന്നുള്ളതാണ്. അതായത് ചില വീടുകൾ കണ്ടിട്ടുണ്ടാവും, വളരെ ചെറിയ വീടായിരിക്കും, പക്ഷെ വളരെ ഭംഗിയായിരിക്കും. ആ ഭംഗി എന്ന് പറയുന്നത് ആ വീടിൻ്റെ മാത്രം ഭംഗിയല്ല, അവിടുത്തെ ഇൻറ്റീരിയർ, ഫർണിച്ചറുകൾ. ഇപ്പോൾ ചെറിയ റൂമുകളാണെങ്കിലും ഓരോന്നിനും അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് യോജിക്കുന്ന തരത്തിലുള്ള ഫർണിച്ചറുകൾ ഉപയോഗിക്കുക. അടുക്കളയിലാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും ഇപ്പോൾ ഒരു കുഞ്ഞ് ഹാളിൽ വലിയ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടിട്ട് അങ്ങനെയല്ലാതെ ഓരോന്നിനും അനുയോജ്യമായിട്ടുള്ള ഫർണിച്ചറുകൾ, മേശകൾ, കസേരകൾ, ഇപ്പോൾ വാളിലുള്ള പിക്ചേഴ്സുകൾ. അപ്പോൾ എന്താണോ അതിനനുസൃതമായിട്ടുള്ള ഇൻറ്റീരിയറും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അവിടെ കുറച്ചും കൂടിയും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇവർ കണക്റ്റഡ് ആണ്, ഇവർ നല്ല റിലേഷനിലാണ്. ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പം നമുക്ക് ചില നിങ്ങളിങ്ങനെ യൂട്യൂബിലോ ഒക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനത്തെ ചെറിയ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ നോക്കി നോക്കിയാൽ അറിയാം. അപ്പോൾ ചില ടൈപ്പ് കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, പെയിൻറ്റിൻ്റെ കളറൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പേഷ്യസ് ആയിട്ട് തോന്നും റൂമുകളൊക്കെ. അല്ലെങ്കിൽ ചില പിക്ചേഴ്സ് വെച്ച് കഴിയുമ്പോൾ ഒരു കുഞ്ഞു റൂമിൽ ചുമരുമ്പോൾ നിറച്ച് പിക്ചർ വെച്ച് കഴിഞ്ഞാൽ ആകെ അങ്ങോട്ട് ഒതുങ്ങിക്കൂടും.
പിന്നെ ചെറിയ റൂമാണ്. അപ്പോൾ വോളിൽ കബോർഡ് ഉണ്ടെങ്കിൽ പിന്നെ വേറൊരു അലമാരി കൊണ്ടുവിടേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമ്മളുള്ള സ്ഥലം ഏറ്റവും നന്നായിട്ട് കൊണ്ടു നടക്കാനായിട്ട്, അല്ലെങ്കിൽ അത് കുറേ സ്പേഷ്യസ് ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കാം. അപ്പം അങ്ങനെ നമ്മുടെ കല കൂടി നമ്മളിവിടെ സ്പേസ് മാനേജ്മെൻറ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് കുറച്ചും കൂടിയും ഭംഗിയായിട്ട് വരും. ഇതാണ് നമ്മുടെ സ്പേസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. വളരെ ചെറിയൊരു കാര്യങ്ങളാണ്, ജസ്റ്റ് ഒന്ന് വായിക്കുക, നന്നായിട്ട് മനസ്സറിഞ്ഞ് വായിക്കുക. ചില ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി പഠിക്കാം. ഇത്രയുള്ള ഒന്നും ബൈ ഹാർട്ട് ചെയ്യണ്ട കേട്ടോ, മനസ്സിലാക്കി പഠിക്കാം. ഇത്രയുള്ള ഈ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.